അന്നെപ്പോലെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചകിരിച്ചോറോ അല്ലെങ്കിൽ ആട്ടും കാട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടെടുക്കുന്ന ആളുകളല്ല. നല്ല വിവരവും അന്തമുള്ള മനുഷ്യന്മാരാണ് മതം ഉൾക്കൊണ്ട ആളുകൾ. നമസ്കാരം. മുസ്ലിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏതാണെന്നറിയാം? ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ന്യായീകരണവും പണ്ഡിതന്മാരുടെ ആക്രോശവുമാണ്. നോമ്പ് പിടിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്ന ഓർക്കണം. മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് മൗലവി ആയിക്കോട്ടെ, മുസ്ലിം പണ്ഡിതനായിക്കോട്ടെ, അവിശ്വാസി ആയിക്കോട്ടെ, കാഫർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ മതത്തിന്റെ ആളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അയാളെ വിമർശിച്ചുകൊണ്ട്, നഖസികാന്തം വിമർശിച്ചുകൊണ്ട് ഒരു ഉസ്താദ്, ഒരു പണ്ഡിത മഹാശിരോമണി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഇവരൊക്കെയാണ് നമ്മുടെ ദീനിനെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവിടെ വിമർശനങ്ങൾ പലതും പറയുന്നുണ്ട്. അറിയാമല്ലോ, ഇവിടെ സംഘികൾ, ഞാൻ പറയുന്നത് RSS, BJP, സംഘപരിവാർ ആൾക്കാരല്ല, അതിലുള്ള ആന്റി സോഷ്യലുകളെ ബീഫിന്റെ പേരിലും മറ്റതിന്റെയും ഇതിന്റെയും പേരിൽ സദാപി ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. ഏതാണ്ട് അതേ മനോഭാവത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടിയില്ല. ഇവരൊക്കെ ആരോപിക്കുന്ന, അതിനെ അവിശ്വാസികളായിക്കോട്ടെ, കാഫർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി, കൃത്യമായ ഒരു മറുപടി എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ പിന്നെ വരില്ല. എന്നാൽ അത് പറയില്ല. പകരം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, അവർക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചാടുമ്പോൾ ബാക്കിയുള്ളവരോട് കുടുങ്ങുന്നല്ലാതെ എന്താ? ഇവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചാടിത്തുള്ളി വലിയ ആവേശം കാണിച്ചിട്ട് കുരച്ച ചാടി അങ്ങ് പോയാൽ മതി. സത്യത്തിൽ ഇങ്ങനെ കുറച്ച് ചാടുന്നത് ഈ നോമ്പിന്റെ കാലത്ത് 10-28 നോമ്പായ സമയത്ത് പറ്റിയൊരു നിലപാടാണോ? ക്ഷമ ഈമാന്റെ പകുതിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മൊയ്ലിയാർ കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്തഫ മൗലവിക്കെതിരെ ചാടിത്തുള്ളിയ കുറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനൊന്ന് പരിശോധിക്കുന്നത്. അതോടൊപ്പം ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുമുണ്ട്. അതിന് മറുപടി വ്യക്തമായി തരുമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമാണ് അദ്ദേഹം എന്ന് പറയാം. സമൂഹത്തിന് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മറുപടി അതേ ഖുർആനിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു പണ്ഡിതനെന്ന് വിളിക്കാം. ഇനി അതല്ല, ഇതുപോലെ തന്നെ വീണ്ടും ആക്രോശിച്ചുകൊണ്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ ആ കഷ്ടം എന്നേ പറയാനുള്ളൂ. നിങ്ങളെ വഹാബി ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങൾ ഈ സമൂഹം അതിൻ്റെ ശല്യം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ ഈ ഗവേഷണങ്ങളുണ്ടല്ലോ, ഹദീസ് വെച്ച്, ഖുർആൻ വെച്ച് എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട പണി. ഈ പണി കുറച്ച് കാട് കയറുമ്പോഴാണ് ജബ്ബാറുമാർ നമ്മളെ നാട്ടിലേക്ക് വരുന്നത്, ആരിഫ് ഹുസൈനുമാർ വരുന്നത്, മുസ്തഫ മൗലവിമാർ വരുന്നത്. നിങ്ങൾ ഓരോന്ന് പുതിയത് ചമച്ച് കൊണ്ടുവരികയല്ലേ? ഒരു 10-20 വർഷം മുമ്പ് നിങ്ങളുടെ സെയിം ഇതേ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളോ വിശ്വാസ രീതികളോ മറ്റോ ആണോ ഇത്? നിസ്കാരമോ നോമ്പോ കാര്യങ്ങളോ അല്ലാതെ അതിനപ്പുറം എന്തെല്ലാം പുതിയതായിട്ട് വന്നു, പുതിയതായിട്ടൊന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ മുസ്തഫ മൗലവി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വിമർശിക്കുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്? എന്താ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത്? ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിമർശിക്കുന്ന വിമർശനത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഇതാണ്, അത് ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്, ഇങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്, എന്തേ അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല? അയാൾ ഒരു സംഘരീനെ നിക്കാഹുമായിട്ട് വന്നിക്കണ്, പുതിയ മതമായിട്ട് വന്നതാ. എന്താ മതം? സർവമത സത്യവാദം. എല്ലാ മതവും സത്യമാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കയ്യടി വാങ്ങിയിട്ട് ഭൗതികമായ ലോകത്ത് തന്നെ സ്വർഗരാജ്യം പണിയാൻ വേണ്ടി അധ്വാനിക്കുന്ന പാവപ്പെട്ട മുസ്തഫ മൗലവി. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ ഭൂമി ഒരു സ്വർഗരാജ്യമാക്കി മാറ്റണം. അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമകളായി ഇവിടെ ജീവിക്കണമെന്നാ പറഞ്ഞേ. ഇവിടെ തമ്മിൽ തല്ലണമെന്നോ, നിന്റെ മതം മാത്രമാണ് ശരി, അതുകൊണ്ട് നീ ബാക്കിയുള്ളവരുടെ തോളിൽ കയറി നിരങ്ങിക്കോ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പരിശോധിച്ചാൽ കിട്ടുന്നത് കുൽയാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ്. അതിന് കാഫറിന് വേറൊരു അർത്ഥം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കാഫർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം കാഫിർ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു കാഫിർ, ഇനി ഇവര് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി കാഫിർ എന്ന് പറഞ്ഞാൽ അവർ മതമില്ലാത്തവരെന്നോ, അവർ വടക്കുവാസികളാണെന്നോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മോശമാണെന്നോ ആണ് അതിന്റെ അർത്ഥം? അല്ല. ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് പോലെ അല്ല മറ്റുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പോലെ വ്യത്യാസമുള്ളത് കൊണ്ട് അവരെ നമ്മൾ കാഫിർ എന്നുള്ള പദത്തിൽ വിശേഷിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനൊരു മോശം അർത്ഥം ആരാണ് കൽപ്പിച്ചു കൊടുത്തത്? ആരാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നരകത്തിലേക്ക് പോകേണ്ട ആളാണ്, അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്നുള്ളൊരു അർത്ഥം അതിന് ചമച്ചു കൊടുത്തത് ആരാ? എങ്ങനെയാ അർത്ഥം വന്നത്? ഒരാളെ പോലെയല്ല മറ്റേയാൾ. അതിനൊരു കാഫിർ എന്നുള്ളൊരു മീനിങ് വന്നപ്പോ ആ കാഫിർ എന്ന പട്ടം നിങ്ങൾ തന്നെയാണ് പലർക്കും എടുത്തു വെച്ചു കൊടുത്തത്. ഇനി സർവമത സത്യവാദം അതല്ലേ ഖുർആൻ പറയുന്നത്? നിങ്ങളെ കാര്യം നോക്ക്, മറ്റുള്ളവരുടെ കാര്യം ഞാൻ നോക്കാം. അവരുടെ കൽബിലേക്ക്, നിങ്ങളുടെ കൽബിലേക്കാണ് ഞാൻ നോക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയിലേക്കില്ല എന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാ? ഇതേ അള്ളാഹ് തന്നെയല്ലേ, ഇതേ ഖുർആനിൽ കൂടെ തന്നെ അറിയുന്നത്. ഇനി എന്തെങ്കിലും തർക്കമോ വഴക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ വിട്, ഹദീസായാലും എന്തായാലും അതൊക്കെ വിട്, എല്ലാം വിട്ടിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്ക് എന്ന് പറഞ്ഞതും ആരാ? അതേ സർവശക്തനായ ഈ ദൈവം തന്നെയല്ലേ. ആ ദൈവത്തെ, അള്ളാഹ് എന്ന് പറയുന്ന ആ ദൈവത്തെ മലയാളത്തിൽ വിളിക്കുന്ന പേരല്ലേ പരമേശ്വരനെന്നും ജഗദീശ്വരനെന്നും?
എന്താ അത് നിങ്ങൾക്ക് പറ്റാത്തത്? ഒരു 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 തർജ്ജമ വെക്കുമ്പോൾ, ഒരു ഖുർആൻ പരിഭാഷ എടുത്ത് വെക്കുമ്പോൾ അതിൽ അല്ല അള്ള അല്ല അള്ള എന്ന് എഴുതി വെക്കുന്നുണ്ടല്ലേ പ്രശ്നം വരുന്നേ? അതിനെ എന്തോ മലയാളത്തിൽ എഴുതി വെക്കാൻ പാടില്ലാത്തത്, ജഗദീശ്വരനോ പരമേശ്വരനോ എഴുതി വെക്കാൻ പറ്റാത്തത് എന്താ? അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു കുഴപ്പമാണല്ലോ. ഇനി ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിൾ അറബിയിൽ എടുത്തു നോക്കി അതിനകത്ത് അള്ളാഹ് എന്നല്ലേ കാണുന്നേ? ഇനി തോറ അതെടുത്ത് അറബിയിൽ എടുത്തു നോക്കി അതിനും അള്ളാഹ് എന്നല്ലേ കാണുന്നേ? ഇനി ഗീതയും മഹാഭാരതവും രാമായണവും മറ്റു വേദങ്ങളും ഒക്കെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിന്റെ ഉള്ളിലും അള്ളാഹ് തന്നെയല്ലേ കാണുന്നേ? എന്തുകൊണ്ടാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതിനൊരു ഭാഷാന്തരം ഉണ്ടാകാത്തത്? ജഗദീശ്വരനോ പരമേശ്വരനോ ഉണ്ടാകാത്തത്? അവിടെയാണ് നിങ്ങളുടെ കുരുട്ടുബുദ്ധി. ഏത്? ഈ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ, ബാക്കിയുള്ളവർ മുഴുവൻ മോശമാണ്, അവരൊക്കെ വെടക്കാണ് എന്ന്. ഉറുമ്പുകൾ നാനാവിധമുണ്ട്. ഈ ഉറുമ്പുകളെല്ലാം ദൈവം തന്നെ സൃഷ്ടിച്ചു തന്നെയല്ലേ? ആണല്ലോ. പുളിയുറുമ്പുണ്ട്, നെയ്യുറുമ്പുണ്ട്, കട്ടുറുമ്പുണ്ട്, ചോണറുമ്പുണ്ട്, ഏതെല്ലാം ഉറുമ്പുകളുണ്ട്. ഈ ഉറുമ്പുകളിൽ പുളിയുറുമ്പ് മാത്രം സ്വർഗത്തിൽ, ബാക്കിയുള്ളവർ മുഴുവൻ നരകത്തിൽ എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? അപ്പൊ ആരാണ് മുസ്ലിം? ആ മുസ്ലിം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനമാണ് കുഴപ്പം. മനസ്സിലായില്ലേ? ഈ തൊപ്പിയും താടിയും തലക്കെട്ട് മാത്രം ഉണ്ടായാൽ പോരാ. ആ വാക്യങ്ങൾ, ഖുർആന് വചനങ്ങൾ, അതിന്റെ ആന്തരിക അർത്ഥം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആരെയും വലിയെയും മുന്നിലിരുത്തിക്കൊണ്ട് കോമാളിത്തരം കാട്ടുക. എന്തിനാ മതത്തിൻ്റെ പേരിൽ ഈ വൃത്തികേട് കാണിക്കുന്നത്? ആ കീവായു മൗലവിനോടും ആ ഫൈസൽ മൗലവിനോടും മസിൽ പെരിപ്പിച്ച മൗലവിനോടും അതേ ഗണത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഈ മുസ്തഫ മൗലവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളതേ, നിങ്ങളെ ഈ ഗവേഷണമൊക്കെ നിങ്ങൾ നടത്തിക്കോടി, സ്വന്തം മതം ഉണ്ടാക്കിയിട്ട്. ആരെയും അലിയും തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല, അവർ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും തെളിവോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വെക്കണം. ഏതെങ്കിലും കാലത്തുണ്ടാക്കി ഏതെങ്കിലും മതഗ്രന്ഥങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഇസ്ലാമിന്റെ അടിത്തറയിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇങ്ങനെയാണ് നബി പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവർ പൊങ്കാലയിടുക, അവർ തെറി വിളിക്കുക, അങ്ങനെ വിളിച്ചുകൊണ്ട് എന്താ കാര്യമുള്ളത്? എന്താ കാര്യമുള്ളത്? ഇതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളിങ്ങനെ പ്രഘോഷിച്ചിട്ട് ഒച്ചയിട്ടിട്ട് അവരെ നാവടക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ അവർ സൗമ്യമായി സംസാരിക്കുന്ന അവരുടെ മണ്ടയിൽ കയറി ഇരുന്ന് നിരങ്ങിയത് കൊണ്ടോ ഇതിന് കൃത്യമായ മറുപടി കിട്ടുമോ? ഈ മറുപടി കിട്ടാത്തത് കൊണ്ടല്ലേ ആ വഴിക്ക് ആളുകൾ പോണത്. പിന്നെ സർവ്വമത സത്യവാദം, അതല്ലാതെ പിന്നെ എന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ, അങ്ങനെയല്ലേ പറഞ്ഞത്? നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്നാ പറഞ്ഞത്. നീ നിന്റെ മതം അനുസരിച്ച് ജീവിച്ചോ, നിന്റെ വിശ്വാസ രീതി അനുസരിച്ച് ജീവിച്ചോ, ഞാൻ എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, അതങ്ങനെ പോട്ടെ എന്ന്. ഇവിടെ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞൊരു വ്യക്തി, അവന്റെ എല്ലാം ഏകദൈവമായ അള്ളാഹുവിലേക്ക് അവൻ ചോദിക്കുന്നു. എന്നാൽ ഒരു ഹിന്ദുവോ ഐശ്വര്യം, ക്ഷേമവും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ഓരോന്നിന് ദൈവത്തിന്റെ ഓരോ പ്രഭാവത്തെ വെവ്വേറെ ചോദിക്കുന്നു. അവരുടെ രീതി അതാണ്. അതിനെന്താ കുഴപ്പം? ഇവിടെ ഇതാണ് രീതി. അപ്പൊ നിങ്ങളിതിങ്ങനെ ചിന്തിച്ചോ, അവരത് അങ്ങനെ ചിന്തിച്ചോട്ടെ. അവരുടെ തെറ്റെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? സർവ്വമത സത്യവാദം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തെയും അംഗീകരിച്ചുകൊണ്ടല്ലേ ഖുർആൻ വന്നിട്ടുള്ളത്. ഇതുവരെ വന്നിട്ടുള്ള 33 സകലമാന പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം വന്നിട്ടുള്ളത്. എന്തേ നിങ്ങൾ അത് ചിന്തിക്കാത്തത്? നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന എന്താണ്? ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് നാണോ മാനോ ഉണ്ടോ? ഉടുപ്പുണ്ടോ? ആൺകുട്ടിയാൾക്ക് ഉണ്ടാകണം ഈ നട്ടെല്ലിൻ്റെ സ്ഥാനത്തെ വായപ്പിണ്ടി ഫിറ്റ് ചെയ്ത് ഞാനൊരു മുസ്ലിമാണ് എന്ന് പേരും പറഞ്ഞ് സർവമത സത്യവാദം എന്ന ഒരു പുതിയ ആശയം ഉണ്ടാക്കി ഇവിടെ ഒരു ജനകീയ നിക്കാഹ്, അതല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദ നിക്കാഹ്, അതിന് പരിശുദ്ധ ദീനെ കൂട്ടുപിടിക്കണം, റബ്ബിന്റെ പേര് അറിയണം. നാണോമാനം ഉളുപ്പുണ്ടോ എന്ന് തന്നെയാ തിരിച്ചങ്ങോട്ടും ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു ഇത്തിരിയെങ്കിലും നാണോമാനം ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പ്രവാചകന്മാരുടെ, ഇവിടെ പ്രവാചകന്മാരുടെ, ഇസ്ലാമാണല്ലോ എല്ലാം, അവരുടെ പത്നിമാരെല്ലാം മുസ്ലിങ്ങളാണോ? അല്ലെങ്കിൽ വേണ്ട, നബിയുടെ വല്ലിപ്പ മുസ്ലിമാണോ? നിങ്ങൾ പറയും. നിങ്ങളുടെ സിദ്ധാന്ത പ്രകാരം നബിയുടെ വല്ലിപ്പ മുസ്ലിമാണോ? നരകത്തിലേക്ക് പോവുമോ? എന്താ സംഭവിക്കുക? അപ്പൊ നിങ്ങളൊരു മോഡന്തൻ ന്യായം പറയും. എന്താണ്? അത് അള്ളാന്റെ കയ്യിലാണെന്ന്. ഇതും അള്ളാന്റെ വിട്ടുകൊടുക്ക്, ഇത് അള്ളാന്റെ വിട്ടുകൊടുക്ക്. എന്തിനാണ് നിങ്ങൾ മുസ്തഫ മൗലവി എടുത്ത് നരകത്തിലിടുന്നത്? എന്തിനാണ് ചേകനൂർ മൗലവി എടുത്ത് നരകത്തിലിടുന്നത്? ആ നരകത്തിലിടണോ നരകത്തിലിടണ്ടേ തീരുമാനിക്കുന്നത് മൂപ്പരല്ലേ? ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ബാധകമല്ലേ? അപ്പൊ ഈ നാണോ മാനോ ഉളുപ്പൊക്കെ ഒന്ന് എടുത്ത് ഫിറ്റ് ചെയ്ത് ആ വാഴപ്പിണ്ടി നട്ടലൊക്കെ ഒന്ന് എടുത്ത് ഊരിയിട്ട് മര്യാദയ്ക്ക് ഒരു നട്ടല് ഫിറ്റ് ചെയ്ത് നടക്കേണ്ടത് ആരാ? ഈ മൗലവിമാരുടെ അതേ ഗണത്തിൽ പെടുത്തേണ്ടതാണ്. നമുക്കൊന്ന് കണ്ടോക്കാം. രണ്ടാളുകൾ തമ്മിൽ വിവാഹിതരാകുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത അവരെ ആശീർവദിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പിന്തുണക്കുക എന്നുള്ളതാണ്. നാളെ മുതൽ തട്ടമുട്ടില്ലേ, പർദ്ദ ഉണ്ടായിട്ടില്ലേ, പൊന്നാനി പോകുന്നില്ലേ, മതം മാറിയില്ലേ എന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് മുസ്തഫ മൗലവി സംസാരിക്കുന്ന അയാൾ ഏത് മതക്കാരനോ ഏത് നരകവാസിയോ ആരോ ആയിക്കോട്ടെ, അയാൾ എത്ര മാന്യമായാണ് സംസാരിക്കുന്നത്. ആ മാന്യമായി ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്താൽ എന്താ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ മുസ്ലിം വിഭാഗം, ക്രിസ്ത്യാനികള്, അതേപോലെ മറ്റു വിഭാഗങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ ഇന്ന് ജനിക്കുന്ന ഒരു ഹിന്ദു എന്തിനാ ഈ അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു ശക്തി അവനെ ഹിന്ദുവാക്കി ജനിപ്പിക്കുന്ന എന്തിനെ? അവനെ ക്രിസ്ത്യാനിയാക്കി ജനിപ്പിക്കുന്ന എന്തിനെ? അവനെ ജൂതനാക്കി ജനിപ്പിക്കുന്ന എന്തിനെ? എന്തിനൊന്നും മറുപടി വേണ്ടേ?
ഇതിന് മറുപടി വേണ്ടേ? മുസ്ലിമായിട്ട് ജനിച്ചവൻ, അഹമ്മദ് മുഹമ്മദുമായി ജനിച്ചവൻ, അവൻ ഒന്നും പറയണ്ട, അവനങ്ങ് ജീവിച്ചോണ്ടാ മതി. എന്നാൽ ബാക്കിയുള്ളവർ അത് പറ്റില്ല, ചില വാക്യങ്ങൾ പറയണം, ചില രീതിയിൽ നിഷ്കർഷിച്ച് ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മുഴുവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്വർഗവും നരകവും നിശ്ചയിക്കൽ ഇവിടെ അള്ളാനേക്കാളും വലിയ പണിയെടുക്കുന്ന മൗലിയക്കന്മാരും മൗലവിമാരാണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അന്തള്ള മനുഷ്യരാണ് മതം ഉൾക്കൊണ്ട മനുഷ്യർ. അന്നെപ്പോലെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചകിരിച്ചോറോ അല്ലെങ്കിൽ ആട്ടും കാട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടെടുക്കുന്ന ആളുകളല്ല. നല്ല വിവരവും അന്തമുള്ള മനുഷ്യന്മാരാണ് മതം ഉൾക്കൊണ്ട ആളുകൾ. ആ അന്തവും കുന്തവും തലച്ചോറിന്റെ ഉള്ളിൽ വേണം, അല്ലാതെ ആട്ടുംകാട്ടം കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ നടക്കില്ല. ആട്ടുംകാട്ടത്തിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോമ്പിനാണ് ഒരു മനുഷ്യൻ എങ്ങനെ ആക്ഷേപിക്കുന്നത്, അയാളിത് പ്രതികരിക്കുന്നത് തോന്നില്ല. നമ്മൾ ഈ തലയെക്കെട്ടുള്ള വലിയ മൗലവിയും മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം. കുറച്ചൊക്കെ അന്തവും കുന്തവും വേണം. ആ തലയ്ക്കകത്ത് എന്തെങ്കിലും ഒരു ആളതാമസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് അള്ള പറഞ്ഞത്, എന്താണ് റസൂൽ പറഞ്ഞതെന്ന് ചിന്തിച്ചാനെ, ആവശ്യമില്ലാതെ ഇങ്ങനെ തർക്കിക്കാൻ പോലായിരുന്നു. അതും ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഈ നോമ്പും പിടിച്ചുകൊണ്ട്. ഈ ആര്യയും അലിയും തമ്മിൽ വിവാഹം ചെയ്താൽ ഒലക്കയും പന്തും ഏറ്റുകൂട്ടി ദാമ്പത്യ ജീവിതം നയിക്കാന്നുള്ള പൊട്ടത്തരം എൻ്റെ മസാലയിൽ നിന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിൽ തലച്ചോറ് പണയം വെച്ചെന്ന ഒരുത്തനോടും ഒരു പെണ്ണിനോടും ചോദിക്കൂല, ഇജെന്തേ പൊന്നാനി പോകാത്തത്, ഇജെന്തേ തൊപ്പിടാത്തത്, ഇജെന്തേ തട്ടടാത്തത്, മഅൂനത്തുൽ ഇസ്ലാം സഭയിൽ പോയിട്ട് മതം പഠിക്കേണ്ടത്, ഇതൊന്നും ഞങ്ങളാരും ചോദിക്കൂല. കാരണം ഈ മതത്തിലെ ആളുകൾക്ക് ദാരിദ്ര്യമൊന്നുമില്ല. ഇവിടെ അണികളെ കിട്ടാത്ത ദാരിദ്ര്യം കൊണ്ട് ഒരു ആര്യനെ പിടിച്ചു കൊണ്ടേ അല്ലെങ്കിൽ ഒരു അലിനെ മുസ്തഫ മൗലവിയിൽ നിന്ന് രക്ഷപ്പെടുത്തി മതത്തിൽ കൊണ്ടേണ്ട ഒരു ഗതികേടുമില്ല. ആര്യയും അലിയും കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒലക്കാൻ പന്ത് പോലെ ആവും എന്ന് പറയുന്നത് നിങ്ങളുടെ പൊട്ടത്തരാ. അങ്ങനെയൊന്നും ആവൂല. അങ്ങനെ ആകാത്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. എത്രയോ വർഷങ്ങളായി ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട്, രണ്ട് മതമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അവർ കുട്ടികളുണ്ട്. അവർ വളരുമ്പോൾ അവർ തീരുമാനിക്കുക അത് മതം വേണോ എന്നുള്ളത്. മതം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതിയേക്കുന്നത്? ഈ ഇവിടെ എല്ലാവരും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന മതമാണോ മതം എന്ന് പറയുന്നത്? ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസി എന്നാണ്, അല്ലാതെ ഒരു വിശ്വാസ കൂട്ടമൊന്നും ഇവിടെ അർത്ഥമൊന്നുമില്ല. ഒരൊറ്റ ആൾ, അയാളുടെ ഉള്ളിൽ എന്താണ് അങ്ങോട്ടാ നോക്കുന്നത്, നിന്റെ കൽബിലേക്കാണ് നോക്കുന്നത് എന്നാ പറഞ്ഞേ. അല്ലാതെ നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ നോക്കിയിട്ട് അഹമ്മദിന്റെ മുഹമ്മദിന്റെ കൽബിലേക്ക് ഞാനൊന്ന് നോക്കും, അവരെ പിടിച്ച് സ്വർഗത്തിലേക്ക് ഇടുമെന്നാണോ അല്ല പറഞ്ഞത്. നിന്റെ കൽബിലേക്ക്, നിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതാ. പിന്നെ മതത്തിൽ കൊണ്ടുവരുന്ന ഗതികേട്, അല്ല മുസ്തഫ മൗലവി എന്നല്ല ആരെയും നിങ്ങൾ മതത്തിലേക്ക് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു ഗതികേട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പ്രതികരിക്കന്നല്ലേ നിങ്ങള്? ഇത് മറാത്ത് വിടും, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. അതെന്തോ ആയിക്കോട്ടെ, അതതിന്റെ വഴി പൊയ്ക്കോട്ടെ, നമുക്ക് പ്രതികരിക്കേണ്ടെന്ന് കരുതുള്ളൂ. നിങ്ങൾക്ക് ഭയമുണ്ട്, സത്യം മനസ്സിലാക്കുമെന്നൊരു ഭയമുണ്ട്. അതായത് നിങ്ങളത് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ജനം അന്വേഷിച്ച് കണ്ടെത്തും. അതിനേക്കാളും നല്ലത് നിങ്ങൾ സത്യം പറഞ്ഞു കൊടുക്കുക, എന്താണ് വസ്തുത എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, എന്നാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളത്. ഇവനെപ്പോലെയുള്ള വൃത്തികെട്ടോന്മാർ പരിശുദ്ധമായ മതത്തെ കാർന്നു തിന്നാൻ വേണ്ടി വഞ്ചതലുകളായി ചേകനൂരുമാർ കടന്നു വന്നത് കഴിഞ്ഞകാല ചരിത്രമാണെങ്കിൽ ആ ചേകനൂരിൻ്റെ പിൻഗാമിയായി മുസ്തഫ എന്ന പഴയ പേര് നിലനിർത്തി ആണും പെണ്ണും കെട്ടവനായി ഈ മതത്തിൻ്റെ അഡ്രസ്സ് വേറി എക്സ് മുസ്ലിംകാരൻ നടക്കുന്ന ഒരു വിവരം കെട്ടോണ്ടല്ലോ ഒരു ആരിഫ് ഹുസൈൻ. ഓക്കെ, ചേകനൂർ മൗലവി ജനങ്ങളെ വഴിതെറ്റിച്ചു. ഇപ്പൊ ഈ പറയുന്ന മുസ്തഫ മൗലവിയും ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ച് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് നരകവാസികളാക്കി നിത്യ നരകത്തിലേക്കുള്ള വഴികാട്ടി കാട്ടിക്കൊടുക്കുന്നവരുടെ പിന്നാലെ പോയി അവരുടെ ജീവിതം അവർ വേസ്റ്റ് ആക്കുന്നു. സമ്മതിച്ചു. എന്താണ് വാസ്തവം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഉണ്ടോ? ഈ പുസ്തകം ഒരു 20 പേജുള്ള ഒരു പുസ്തകമാണ്, വെറും 20 പേജേ ഉള്ളൂ. ഇതിന്റെ പേര് സർവമത സത്യവാദം ഖുർആൻ എന്നാണ്. ഇത് എഴുതിയിട്ടുള്ളത് ചേകനൂർ മൗലവിയാണ്. ഈ 20 പേജ് പുസ്തകത്തിന് എന്തേ നിങ്ങൾക്ക് ഇത്രയും കാലം ആയിട്ട് ഒരു മറുപടി കൊടുക്കാൻ പറ്റാത്തത്? ചേകനൂർ മൗലവി മരണപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്ന് കുഴിച്ചു മൂടി അദ്ദേഹം മണ്ണോട് മണ്ണായി ചേർന്ന് കഴിഞ്ഞു. എന്നിട്ടും ഇത്രയും കാലമായിട്ടും ആ 20 പേജ് പുസ്തകത്തിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? ഇത് സാധാരണക്കാരായി എനിക്കതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വിവരവും ബോധവും വെള്ളിയാഴ്ചയും ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടിയുടെ സ്ഥാനത്ത് നല്ല ഉശിരൻ സ്റ്റീൽ കമ്പി എടുത്ത് നട്ടലായിട്ട് ഫിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനുമുള്ള ഒരു കഴിവും ശേഷിയും ശേമുഷിയും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വ്യക്തമായി നിങ്ങളൊന്ന് പറഞ്ഞുകൂടെ. അല്ലാതെ അവരെ തോളത്ത് കയറിയിട്ട് അവരായിട്ട് കുറ്റപ്പെടുത്തിയിട്ടോ തെറി വിളിച്ചിട്ടോ കാര്യമില്ല. വളരെ വ്യക്തമായി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടെ, അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞുകൂടെ, മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കി നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു വരട്ടെ. Different angles. Don't forget to subscribe and support this channel.